ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാന. എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, മാം സിറം നമുക്ക് പല രീതിയിലുള്ള സിറം ഒക്കെ ഉണ്ട്. സോ നമ്മൾക്ക് ഓരോരുത്തർക്കും നമുക്ക് ഏത് രീതിയിലുള്ള സിറം ആണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് എപ്പോഴും എന്നോട് ചോദിക്കുന്ന കാര്യമാണ് കേട്ടോ. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് എന്തിനു വേണ്ടി നമ്മൾ ചെയ്യണം, നമുക്കത് ചെയ്യാൻ പറ്റുമോ, നമ്മുടെ സ്കിന്നിന് ഓക്കെ ആണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുവാണെങ്കിൽ മാത്രമേ നമുക്കതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ പ്രൊഡക്റ്റ് നമ്മൾ മേടിക്കുമ്പോൾ നമ്മൾക്കത് ഓക്കെ ആണോ എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മേടിക്കുക. ഞാനിവിടെ 3 രീതിയിലുള്ള സിറം പറയാം. ഒന്ന്, നമുക്ക് വൈറ്റമിൻ സി സിറം എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എല്ലാവരും വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുന്നവരും ഉണ്ടാവും. അപ്പോൾ അത് ഏത് ഏജ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. 30 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ 30 വയസ്സായോ നിങ്ങൾ വൈറ്റമിൻ സി എടുത്തോളൂ. നിർബന്ധമായിട്ട് നിങ്ങൾക്ക് വൈറ്റമിൻ സി അതും നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനിൽ നമുക്ക് ഭയങ്കര റിസൾട്ട് ആയിരിക്കും. സോ അതിൽ നമ്മൾ ഉൾപ്പെടുത്തുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ നൈറ്റ് നിങ്ങൾ എപ്പോഴും വൈറ്റമിൻ സി സിറം എടുക്കുക. അതുപോലെ തന്നെ ഒരുപാട് ആഗ്നെ ഉള്ളവർ, ആഗ്നെ വന്ന മാർക്സ് ഉള്ളവർ, ടാനൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള നയാസിറമൈഡ് ആണ്. സോ അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ പ്രോബ്ലംസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നയാസിറമൈഡിൻ്റെ സിറം യൂസ് ചെയ്യാവുന്നതാണ്. അതും നമ്മുടെ നൈറ്റ് സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റെറ്റിനോൾ ആണ്. റെറ്റിനോൾ നമ്മൾ എടുക്കേണ്ടത് ഒരു ആഫ്റ്റർ 40 നമ്മളൊരു ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ടാണ്. റിങ്കിൾസ് കുറയ്ക്കാനും നമ്മളുടെ സ്കിൻ എപ്പോഴും യങ്ങായിട്ട് നിൽക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ 3 രീതിയിലുള്ള സ്കിൻ കെയർ സിറം ആണ് വരുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്